പ്രത്യേകിച്ച് ഡിഗ്രി ഉള്ളവരുടെ ഉള്ളിൽ അവരെന്തെന്നറിയാമോ, ആദ്യം ഞാനൊരു ഡിഗ്രി ലെവൽ എക്സാം മാത്രമേ ക്രാക്ക് ചെയ്യൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കൂ എന്ന് പറഞ്ഞ് തുടങ്ങും. സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ പ്രിലിംസ് എല്ലാം പാസ്സായി വരുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലത്തേക്ക് പോകും. വാട്ടവർ PSC ഒരുപാട് കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ കളിക്കൊന്നും വിട്ടുകൊടുക്കരുത്. നമ്മൾ ഇപ്പോഴേ അതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. സഹകാരിയുടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. 2026 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കിഡു വർഷമാണ്. ഇത്തവണ നമ്മൾ അടിക്കണം. നമ്മൾ കഴിഞ്ഞ വർഷമേ പറയുന്നതാണ് ഇത്തവണ അടിക്കണം. നമ്മളിപ്പോൾ കുറെ കൺഫ്യൂഷനിലാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ട് കേരള PSC ഇതാ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഈ വർഷം. 900-ലധികം നോട്ടിഫിക്കേഷൻ PSC ഗിന്നസ് ബുക്കിൽ കയറാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. ഇനി അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലേ നമുക്ക് അങ്ങനെയും കയറി. ഈ വർഷം ഏറ്റവും കൂടുതൽ തന്നിട്ട് അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ ഇല്ല. അങ്ങനെ സംഭവിക്കാം. ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. ആരും വേണ്ട. എന്നാലും അടുത്തതിലൊന്നും നോക്കി ഇരിക്കണ്ട. ഈ മഴയിൽ എല്ലാരും ഒലിച്ചു പോട്ടെ. അപ്പൊ നിങ്ങൾ മാക്സിമം പഠിക്കുന്ന എല്ലാവരും കയറി പോകണം. ഇത്തവണ കയറി പോകണം. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരിക്കും. എന്താ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ടിഫിക്കേഷൻ കൂടിയാലും കുഴപ്പമാണ്. അപ്പൊ ഒരെണ്ണേ ഉള്ളെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ആർക്കും കുഴപ്പമില്ല. എല്ലാവരും നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിച്ച ടൈമായിരുന്നു. അതെ. ഇത്തവണ മിസ് ഞാനിപ്പോ ഒരു ഉദ്യോഗാർത്ഥിയാണെന്ന് വെച്ചോ, ആദ്യം കമ്പനി ബോർഡ് വന്നപ്പോഴത്തേക്ക് കമ്പനി ബോർഡ് 3000 നോട്ടിഫിക്കേഷൻ തകർക്കും. അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഇതാ വരണോ കമ്പനി ബോർഡ് LGS ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം. അതിന്റെ പിറകെ വരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ബെവ്കോ LD വരുത്തി നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്നൊരു ചാൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത ആൾക്കാർ കുറെ പേരുണ്ട്. ഉറപ്പായിട്ടും. കാര്യം ഒന്നാമത്തെ കേസ് ചിലരുടെയെങ്കിലും ഉള്ളില്, പ്രത്യേകിച്ച് ഡിഗ്രി ഉള്ളവരുടെ ഉള്ളില് അവരെന്തെന്നറിയാമോ, ആദ്യം ഞാനൊരു ഡിഗ്രി ലെവൽ എക്സാം മാത്രമേ ക്രാക്ക് ചെയ്യൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കൂ എന്ന് പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയും, ഇതിന് പഠിച്ച എനിക്കൊരു 10th ലെവൽ എക്സാം എങ്കിലും കിട്ടും, അതെങ്കിലും കിട്ടും, ഈ ഒരു ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതെങ്കിലും കിട്ടും എന്ന് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവരും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യും ഏറ്റവും കൂടുതൽ പേര്. കാരണം നമുക്ക് മുന്നിൽ ക്ലിയർ ആയിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് നിൽപ്പുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് സെപ്പറേറ്റ് ഒരു പേപ്പർ ഉണ്ടാവും എന്നുള്ള കാര്യം ഏകദേശം എല്ലാവരുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ വർഷം സ്പെഷ്യൽ ടോപ്പിക് പേപ്പർ ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് പഠിക്കാൻ വയ്യ എന്നൊരു മൈൻഡും ഇത് ജനറൽ അല്ലേ എല്ലാത്തിനും. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബെവ്കോ കിട്ടും, VFA കിട്ടും, CB-LGS കിട്ടും, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 500-600 പേരെ ലിസ്റ്റ് മതി സെക്രട്ടറി അസിസ്റ്റന്റിന്റെ റാങ്കിങ്സിന്. അതിനുവേണ്ടി 50,000 പേരെ എന്ത് ചെയ്തു? പ്രിലിംസ് പാസ്സാക്കി. അപ്പൊ അതൊരു വലിയ നമ്പർ ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഏകദേശം സെയിം നമ്പറാണ് വരുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് 50,000 പേര് പാസ്സാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവലിലും എങ്ങനെ പോയാലും 1 ലക്ഷത്തിൽ കുറയാതെ ആൾക്കാരെ പാസ്സാക്കാതെ നിവൃത്തിയില്ലാതെ വരും. ഈ ഒരു അനുപാതം അവർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രിലിംസ് പാസ്സായി വരിക എന്നുള്ളതാണ്. പ്രിലിംസ് പാസ്സാകുക എന്നതിൽ ഉപരി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പാസ്സാകും എന്നൊരു മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ സെക്രട്ടേറിയറ്റ് വന്നപ്പോഴേ എല്ലാവരും എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ പ്രിലിംസ് പാസ്സാകൂ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അവസാന നിമിഷം നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. കാരണം സ്പെഷ്യൽ ടോപ്പിക് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് പോയവരുണ്ട് പരീക്ഷയ്ക്ക്. അത് അന്ന് സംഭവിച്ചൊരു പ്രശ്നമാണ്. കാര്യം ഈ 50,000 പേര് പാസ്സാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അവസാനം റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് കിട്ടിയോ എന്നൊരു. അപ്പൊ അങ്ങനെ പഠിക്കാതെ കുറെ പേര് ഇരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഫോക്കസ്ഡ് ആകുമ്പോൾ നിങ്ങളിപ്പോ യൂണിവേഴ്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും തീരുമാനിക്കുക അല്ലെ. അത് ഇപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുക. ഇനി അതല്ല നിങ്ങൾ കമ്പനി ബോർഡിൽ LGS ആണ് നോക്കണമെന്നിരിക്കട്ടെ, നിങ്ങളത് ഇപ്പോഴേ തീരുമാനിക്കുക, ഡിസൈഡ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോഴത്തേക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ പ്രിലിംസ് എല്ലാം പാസ്സായി വരുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലത്തേക്ക് പോകും. മാത്രമല്ല മറ്റിടത്ത് ഈ മിസ് പറഞ്ഞതുപോലെ നമുക്ക് അഡീഷണൽ പേപ്പർ ഉണ്ടല്ലോ, അത് കളയാനാണ് വേണ്ടാന്ന് ഒരു ടെൻഡൻസി കൂടുതലാണ്. ഫലത്തിൽ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 50,000 പേര് പാസ്സായ പ്രിലിംസ് പരീക്ഷയുടെ ആ ഒരു മത്സരം ഒരെണ്ണത്തിലേക്ക് വന്നപ്പോ ഇവിടെ അതൊരു 4-5 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിംസ് കട്ട് ഓഫ് കൂടുതലായിരുന്നു. എക്സാം ടഫ് ആയിരുന്നു, പക്ഷെ പ്രിലിംസിന്റെ കട്ട് ഓഫ് കൂടുതലായിരുന്നു. അപ്പൊ ഇത്തവണ മേ ബി ഇതിൽ അതങ്ങനെ വരാം. ഒരിക്കലും അതിങ്ങനെ പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നാൽ കൂടിയും ഈ വരുന്ന ഉദ്യോഗാർത്ഥികൾ ബൈഫർക്കേറ്റ് ചെയ്യുന്ന സംശയമൊന്നുമില്ല. കാര്യം ഈ പറഞ്ഞ ഓരോരോ സ്ട്രീംസിലായിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് പോകും. കാര്യം പ്രിലിംസ് കഴിഞ്ഞിട്ട് 3 മാസം തത്വത്തിൽ പറയുന്നു എവിടെ ടെന്റേറ്റീവ് കലണ്ടറിൽ
അത് എത്ര ഘട്ടമായി നടക്കണം നമുക്കറിയില്ല, ഏതൊക്കെ ഘട്ടം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ തത്വത്തിൽ പറയുമ്പോഴത്തേക്ക് തന്നെ മാക്സിമം 3 മാസം, മിനിമം 1 മാസം. അതായത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കാരണം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് ലാസ്റ്റ് സ്റ്റേജ് എഴുതി പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും ബസ്സിലിരുന്നപ്പോ മെയിൻസിന്റെ ഡേറ്റ് വന്നു. അങ്ങനെ സെയിം അതായിരുന്നു അവസ്ഥ. മെയിൻസിന്റെ ഡേറ്റ് വന്നു. അവര് വിചാരിക്കുക ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചൂട് പോലും മാറിയിട്ടില്ല, വീടെത്തിയില്ല, ബസ്സിൽ ഇരിക്കുന്നേ ഉള്ളൂ, മെയിൻസിന്റെ ഡേറ്റ് വന്നു. അത് നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. അതല്ലേ നിങ്ങൾ മറന്നു കാണില്ല അത്. അപ്പോൾ എന്തായാലും വാട്ടവർ PSC ഒരുപാട് കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ കളിക്കൊന്നും വിട്ടുകൊടുക്കരുത്. നമ്മൾ ഇപ്പോഴേ അതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ഏകദേശം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ കാര്യങ്ങളിൽ ആലോചിച്ച് നിങ്ങളുടേതായ ക്ലാരിറ്റിയിൽ എത്തുക. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത്, കമ്പനി പോറാണെങ്കിൽ അത്, SBCD ആണെങ്കിൽ അത്, അതുപോലെ ക്യാറ്റിലേക്കുള്ള അസിസ്റ്റന്റ്, അങ്ങനെ കുറച്ചധികം പോസ്റ്റുകളുണ്ട്. അതിൽ ഏത് പോസ്റ്റ് വേണോ നിങ്ങൾ അത് ഇപ്പോഴേ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതാണ് ഡിഗ്രി ലെവലുകാരുടെ അടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് 10th ലെവലുകാരുടെ അവസ്ഥയാണ്. അവിടെയും കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. കാര്യം അവിടെ സ്പെഷ്യൽ ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ LD സിലബസ് വെച്ചിട്ട് നമ്മളങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ നമ്മുടെ VFAക്ക് പ്രിലിംസ് ഇല്ല, ഡയറക്റ്റ് മെയിൻസ്. അത് ഒക്ടോബർ അടുപ്പിച്ചിട്ട് മെയിൻസ് വരുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും ഈ പ്രിലിംസ് ഉള്ള നമ്മുടെ ബെപ്കോ ആയാലും CBLGSന്റെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസും ഏകദേശം ആ ടൈമിൽ തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ കോമൺ എക്സാമിനേഷൻ ഇല്ല, അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അല്ലായിരുന്നു. 3 പരീക്ഷയായിരുന്നു. അപ്പൊ അതുപോലെ 3 പരീക്ഷ ആയിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ ഒന്ന് CBLGS ആണ്, അതിന് ഇംഗ്ലീഷ് മലയാളം ഒന്നും ഇല്ല, LGS സിലബസ് അല്ലേ. VFAയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ അറിയാം, ഇതിൽ വരുന്ന ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരൊറ്റ എക്സാം VFA ആണ്. അതുപോലെ തന്നെ VFAയിൽ നമുക്ക് കുറച്ച് പ്രതീക്ഷ കൂടുതലാണ്. കാരണം നമ്മൾ ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടും എന്നുള്ളതാണ്. കാരണം സപ്പോർട്ടിംഗ് ആയിട്ട് കുറെ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ട്. പിന്നെ കുറച്ച് ഫീൽഡ് വർക്ക് ഉള്ളത് കാരണം കുറച്ച് പേര് പ്രിഫർ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ഇത് മാത്രമല്ല, ഈ മുന്നേയുള്ള ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും ലിസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇതിന് മുന്നത്തെ, അതായത് 2024 മുന്നത്തെ ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കാലാവധി തീരുന്നതിനും 6 മാസം മുന്നേ തന്നെ ലിസ്റ്റ് തീർന്നു പോവുകയുണ്ടായത്. അപ്പൊ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് പരിശോധിച്ചാലും 10-200 അഡ്വൈസ് നമുക്ക് പോകുന്നു. അങ്ങനെ അത്രയും നമ്മൾ എല്ലാ ജില്ലയിലും കൂട്ടണ്ട. എന്നാൽ കൂടിയും ഒരു ആവറേജ് ഒരു ജില്ലയിൽ 100-150 അഡ്വൈസ് എന്തായാലും. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പൊ തന്നെ ഏകദേശം 160ഓളം അഡ്വൈസ് പോയി കഴിഞ്ഞു. മെയിൻ ലിസ്റ്റിന് 142ഓളം പോയി. അപ്പൊ നമ്മളൊരു ആവറേജ് 150 അഡ്വൈസ് വെച്ച് പ്രതീക്ഷ തന്നെയും 14 ജില്ലകളാണ്. അപ്പൊ തന്നെ ഏകദേശം ഒരു 2000ഓളം അഡ്വൈസ് മൊത്തം ജില്ലകളിലൂടെ പോകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതിനോടൊപ്പം ഏതും വരുന്നു, കമ്പനി ബോർഡ് LGSും വരുന്നു. അതും നല്ല രീതിയിൽ അഡ്വൈസ് പോകുന്ന പോസ്റ്റാണ്. കാരണം ഇത് ഏതെങ്കിലും കിട്ടട്ടെ എന്ന് കരുതുന്നവര് ഇതിലെങ്കിലും എന്നൊരു രീതിയിൽ പോകുന്ന ഒരു ലിസ്റ്റാണ് CBLGS. അതും അത്ര മോശമൊന്നുമല്ല. കാരണം നമുക്ക് ടെസ്റ്റ് വേറെയും അതിൽ നിന്നുകൊണ്ട് തന്നെ എഴുതാം. നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു LGS, സാധാരണ LGS അല്ല, കമ്പനി ബോർഡ് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ വേറൊരു സാധനം കിടപ്പുണ്ട്, നമ്മുടെ ബെപ്കോ. അധികം സംസാരം ആരും മിണ്ടുന്നില്ല, ആർക്കും മിണ്ടാൻ വയ്യ. ഒന്നും പറയാനില്ല. ഏകദേശം 1600 പുറത്ത് ആളുകള് മെയിൻ ലിസ്റ്റിലുണ്ട്. പക്ഷെ ആകെ അഡ്വൈസ് 149 50 അത്രേ പോയിട്ടുള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡെപ്യൂട്ടേഷന്റെ കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ്. അത് മാറുന്നതനുസരിച്ച് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നവരെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വരും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതിലധികം അഡ്വൈസ് പോകാത്തോണ്ട് ഇനി വരുന്ന ലിസ്റ്റിൽ നമുക്കാണ് ആ ഭാഗ്യം. ഉറപ്പായിട്ടും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു നിലവിൽ പുതിയ ഡെപ്യൂട്ടേഷൻസ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിലവില്. നേരത്തെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡെപ്യൂട്ടേഷനിൽ ബെപ്കോയിലോട്ട് ആൾക്കാർ വരുന്ന വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കൂടുതലായിരുന്നു. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്തായാലും അതും നമ്മളെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതെടുക്കണം ചോദ്യം, ഏതെടുക്കണം, എന്ത് ചെയ്യണം? ഇപ്പോ എന്നോട് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ബെപ്കോയിലും അതുപോലെ VFAയിലും CBLGSലും ഉണ്ടെങ്കിൽ ഞാൻ ബെപ്കോയെ എടുക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് സാലറി പാക്കേജ് നോക്കുമ്പോൾ ബെപ്കോ കുറവാണെങ്കിലും അവർക്ക് കിട്ടുന്ന ബോണസും ഇൻസെന്റീവും മറ്റു കാര്യങ്ങളും ഭയങ്കര വലുതാണ്. ജോലിയുണ്ട്. സാധാരണ പോലെ ഫുള്ള് ലീവ് ഒന്നും കിട്ടത്തില്ല. നമുക്കറിയാം 1-ാം തീയതി ബിവറേജ് ഇല്ലാതെ ഉള്ളൂ. അല്ല, അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ. പക്ഷേ വീക്ക്ലി ഓഫ് ഉണ്ടാവും. വീക്ക്ലി ഓഫ് ഉണ്ട്. നമുക്ക് സൺഡേക്ക് പകരമുള്ള വീക്ക്ലി ഓഫ് മറ്റുള്ള ദിവസങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒന്നും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് ബാക്കി ഒരു ജോലിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് അവിടെയുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ബോണസും പ്ലസ് നമ്മുടെ മറ്റ് അതർ സെയിൽസ് ഇൻസെന്റീവ്സ് എല്ലാം വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത് തന്നെ കിട്ടാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ രീതിക്കാണെങ്കിൽ
ഈ ബെഫ്കോയ്ക്ക് ആള് കൂടുതൽ കയറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനോടൊപ്പം നമുക്ക് VFA നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും നല്ല ചാൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് മൂന്നും കൂടെ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് തീരുമാനിക്കുക എനിക്ക് ഏതാണ് വേണ്ടത്. അപ്പോൾ ഡിസിഷൻ എടുക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സക്സസ് ആയി മാറത്തുള്ളൂ എന്നുള്ളതാണ്. സാർ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞല്ലോ. അപ്പം ഈ ചില കുട്ടികൾക്ക്, അതായത് ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കുറച്ചാൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്ന് നിർത്തി വീണ്ടും തുടങ്ങാൻ സമയത്ത് ആ ഒരു തുടക്കം കിട്ടുന്നില്ല. അങ്ങനെ കുറച്ചുപേര് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് പഠിക്കുന്നതെന്നോ, എത്ര ടൈം അവരിപ്പോ നോക്കുമ്പോ ഒരുപക്ഷെ രാവിലെ മുതൽക്ക് വൈകുന്നേരം അവർ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നുണ്ട്, പേജുകൾ നീങ്ങുന്നില്ല, പഠിച്ചു നീങ്ങുന്നില്ല, ഒരു ദിവസം പഠിച്ച കണ്ടന്റ് നോക്കുമ്പോൾ നീങ്ങുന്നില്ല, അന്നൊരു എക്സാം ചെയ്യുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല. അപ്പൊ അവർക്കൊക്കെ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ്? എപ്പോഴും നമ്മൾ വെബിനാറിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സൈക്കോ സോഷ്യൽ ഇഷ്യൂ ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സ്ക്രീനിന്റെ ഉപയോഗം തന്നെയാണ്. ദൗർഭാഗ്യവശാൽ സഹകാരിയുടെ കോച്ചിങ്ങും സ്ക്രീൻ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, അത് വേറെ കാര്യം. എന്നാൽ കൂടിയും സ്ക്രീനിന്റെ ഇൻവോൾവ്മെന്റ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു കൊച്ചു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അവൻ എത്ര കണ്ട് അജിറ്റേറ്റഡ് ആകുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി അവൻ എത്രത്തോളം വാശി പിടിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളെ വഴക്ക് പറയാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കൂടി നമ്മൾ പലപ്പോഴും സ്വയം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഷീജ നമ്മുടെ ഒരു ആശുപത്രിയിൽ പോയെന്ന് വെച്ചോ, അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയി. അപ്പോൾ അമ്മ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ പലയിടത്തും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുമ്പോൾ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ കാണുന്ന കാര്യമാണ്. എവിടെ ചെന്നാലും ഒരു ട്രെയിനിൽ കയറിയാലും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത സീറ്റ് പടയെന്ന് കണ്ടുപിടിക്കും അല്ലേ. എന്നിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈ പോക്കറ്റിലേക്കോ ബാഗിലേക്കോ പോവുകയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യപ്പെടുന്നു. അതിനോടൊപ്പം നമ്മുടെ വിരലിന് അറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എവിടെ കിടക്കുന്നു എന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. കണ്ണു അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്രാമത്തെ ക്ലിക്കിലാണ് നിങ്ങളുടെ FB അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കിട്ടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആലോചിച്ച് ചിലപ്പോൾ കിട്ടില്ല, പക്ഷേ നിങ്ങൾ ഫോൺ എടുത്താൽ നിങ്ങൾ അറിയാതെ 2, 3, 4 ക്ലിക്കിന് സാധനം നമ്മുടെ കൈ കിട്ടും. ദാറ്റ് ഫീൽസ് ഡിഫറന്റ് അല്ലേ? ഞാൻ ആലോചിക്കുമായിരുന്നു, ശരിയാണല്ലോ. അത് ഇച്ചിരി ഡിഫറന്റ് ആയ കാര്യമാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏതുപോലെ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ചാണോ നമ്മൾ ഗിയർ മാറുന്നേ? അല്ല, ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം 4ാമത്തെ ഗിയർ കഴിഞ്ഞ് 5ാമത്തെ ഗിയർ ഇങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ആലോചിച്ചാണല്ലോ ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ മൊബൈൽ ഫോൺ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രശ്നത്തിന്റെ ഇതൊരു പ്രശ്നമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതൊരു പ്രശ്നമാണ്, ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ പഠനത്തിലും നമ്മുടെ ശ്രദ്ധയിലുമൊക്കെ എത്രത്തോളം ദൂരവ്യാപകമായ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെറുതായിട്ട് വളരെ ചുരുക്കി ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ അറിയാതെ നിങ്ങൾ ഫോൺ എടുക്കുന്നു, നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു, ഇത്രയും കാര്യം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു തവണ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ അവസാനം ബാക്കി ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തീരത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. ഞാൻ ഇത് പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്രിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടാവുമല്ലോ, പഠിക്കാനുള്ള ബുക്സ് ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു 5 അല്ലെങ്കിൽ 10 പേജ് പഠിക്കാൻ വേണ്ടി തീരുമാനം എടുത്തതിന് ശേഷം ഇന്ന് വൈകുന്നേരം ആവട്ടെ നാളെ രാവിലെ ആവട്ടെ 1 മണിക്കൂർ കൃത്യമായിട്ട് അതിനുവേണ്ടി മാറ്റി വയ്ക്കുക. ഈ 1 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങളുടെ മൊബൈൽ ഫോൺ എയ്റോപ്ലെയിൻ മോഡിൽ ഇടുക. അത് ഇട്ടതിന് ശേഷം നിങ്ങളുടെ അലമാരയുടെ ഉള്ളില് ചെറിയ അറ കാണൂലേ, ആ ചെറിയ അറയ്ക്കകത്ത് വെക്കുക, 1 തവണ പൂട്ടുക, എന്നിട്ട് അലമാര പൂട്ടുക, എന്നിട്ട് അതും നന്നായിട്ട് പൂട്ടിയതിന് ശേഷം പഠിക്കാനിരിക്കുക. ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ 1 മണിക്കൂർ കൃത്യമായിട്ട് ഇത് ചെയ്യണം. നിങ്ങൾ ഇത് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എത്ര തവണ നിങ്ങൾക്ക് സംതിങ് ഇമ്പോർട്ടൻറ്റ് ഈസ് മിസ്സിങ്, എനിക്ക് വളരെ പ്രാധാന്യമുള്ള എന്തോ മിസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ എത്ര തവണ നിങ്ങൾക്ക് വന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതാണ് നമ്മളെ
ഇപ്പോൾ ഈ 24 hours നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ എത്ര തവണ വന്നു, പഠനത്തിന് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓരോ തവണയും മൊബൈൽ ഫോണിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നോട്ട് ചെയ്യുക, 1 2 3 4 എന്നിടുക. എന്നിട്ട് ആ 1 മണിക്കൂർ പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്ര തവണ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ തോട്ട് വന്നു എന്ന കാര്യം ചെയ്യുക. ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഇതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിട്ട് നമുക്ക് മാറ്റാം. 2026 നമ്മൾ ഗ്രസിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിനെ ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിന്റെ ബാക്കി പ്രോസസ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിസ്സംഗിന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുന്നു, ഞാനത് ആലോചിച്ചത്. ചെയ്ത് നോക്കണം, കൊള്ളാം. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ചെയ്ത് ഓരോരോ തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് വിജയം കണ്ടെത്തിയുള്ള നമ്മൾ ആരും ഇന്ന് ഔട്ടായ ആൾക്കാരല്ല, അല്ലെങ്കിൽ ഇതിനേക്കാളും മികച്ച ആൾക്കാർ, നിങ്ങളെക്കാളും മികച്ച ആൾക്കാരൊന്നും അല്ല. നമ്മളെല്ലാം ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്ത് ഇതേപോലെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പഠിക്കുന്ന ആൾ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ വൈഫായിരിക്കും, അവർ ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരെടുത്തും ഈ ഒരു സംഗതി, അത് അവിടെ പഠനം മാത്രമല്ല, എന്തെങ്കിലും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും, അത് ചെയ്യാൻ വേണ്ടി പറയുക. ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.